നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിലെ വിധിന്യായങ്ങൾ പുറത്തു വരുമ്പോൾ അത് കൃത്യമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൽ ഞെട്ടിപ്പോകുന്ന പല വിവരങ്ങളുമുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിൽ ദിലീപിനെ ഈ കേസിൽ കുടുക്കാൻ വേണ്ടി ഒരു സംശയത്തിന്റെ മുനയിൽ നിന്നിരുന്ന ദിലീപിനെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ IG സന്ധ്യയുടെ DYSP ബൈജു പൗലോസിന്റെ ഒക്കെ ഒരു കൃത്യമായ ഉദ്ദേശത്തിന്റെ പുറത്ത് ദിലീപിനെതിരായി കൊണ്ട് സംശയം ഉണ്ടാവുകയും അദ്ദേഹത്തെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും അതിനുശേഷം അദ്ദേഹത്തിനെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഈ കോടതി വിധിയിൽ നിന്ന് കൃത്യമായി മനസ്സിലാകുന്നത്. ഒരു ഫ്രെയിം ചെയ്ത് വെച്ച കേസ് ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ കോടതി വിധി എന്താണ് എന്ന് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ കാര്യത്തിൽ പ്രതികരിക്കാവൂ എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം നമ്മുടെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ഈ പോലീസിനെ കയ്യിലെടുത്തു, ജഡ്ജിയെ കയ്യിലെടുത്തു, അല്ലെങ്കിൽ നിയമവ്യവസ്ഥയെ മൊത്തം ദിലീപ് വിലക്കി വാങ്ങി എന്നൊക്കെ പറയുന്ന ആളുകൾ ദയവായി ഈ പറയുന്ന വിധിന്യായം ഒന്ന് വായിച്ചു നോക്കൂ. എന്താണ് തെളിവുകൾ ഉള്ളത്, തെളിവുകൾ എങ്ങനെയാണുള്ളത്, പ്രതിഭാഗം ഈ തെളിവുകളെ എങ്ങനെയാണ് ഖണ്ഡിച്ചത്, ഇത് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ കോടതിയുടെ ജഡ്ജിനെ പറ്റി എന്താണ് മോശം സംസാരങ്ങൾ ഉണ്ടാവുക, അത്തരം സംസാരങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ, ഒരു ഹർജി അല്ലെങ്കിൽ ഒരു കത്ത് ഹൈക്കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന വിധി പറഞ്ഞ ജഡ്ജിനെ അപമാനിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേസ് കൊടുത്തിട്ടുള്ളത്. ഇന്നലെ TB മിനി എന്ന് പറയുന്ന അഭിഭാഷക ചാനൽ ചർച്ചയിൽ നിന്ന് ഇത് കോടതി അലക്ഷ്യമാണ്, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ഉപേക്ഷിക്കുന്നതും നമ്മൾ കണ്ടു. അതൊരു തരത്തിലുള്ള പ്രതിഷേധം കൂടെയാണ്. പക്ഷേ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് അവസാനം കോടതി അലക്ഷ്യം വരും എന്ന് കാണുമ്പോൾ ഈ പറയുന്ന തടിതപ്പൽ എടുക്കുന്നത് അത്ര നല്ല രീതിയല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. അല്ലാതെ നമുക്ക് വിധിന്യായത്തെ വിമർശിക്കാം, പക്ഷെ ജഡ്ജിനെയോ ജഡ്ജിന്റെ കുടുംബത്തെയോ വിമർശിക്കാനുള്ള ഒരു രീതിയും ഒരു അവകാശവും ഒരു ആൾക്കുമില്ല, ഒരു പൗരനുമില്ല എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള തെറ്റുകൾ എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയണം. ഇതിൽ കൃത്യമായി കോടതി വിധി എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന, നേരത്തെ പറഞ്ഞതുപോലുള്ള ചില കാര്യങ്ങൾ കോടതി അതിൽ എടുത്തു പറയുന്നുണ്ട്. ഇന്നലെ നമ്മൾ കുറേയേറെ വ്യാജ തെളിവുകൾ ദിലീപിനെതിരായി സൃഷ്ടിച്ചതിന്റെ വാർത്തകൾ നമ്മൾ ചെയ്തിരുന്നു. അതിന് പിന്നോടിയായിട്ട് തന്നെ ബാക്കി വരുന്ന ഭാഗങ്ങൾ കൂടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴി. അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്ത് ഉപയോഗിച്ചതും റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ വന്നിരുന്ന ബാലചന്ദ്രകുമാർ നിരന്തരമായി വായ്ത്താളം അടിച്ചതും ഈ പറയുന്ന ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ വെച്ച് ദിലീപ് കുടുംബാംഗങ്ങളോടൊപ്പം കണ്ടു എന്നൊക്കെയുള്ള മൊഴികൾ ബാലചന്ദ്രകുമാർ കൊടുക്കുന്നു. അങ്ങനെ ബാലചന്ദ്രകുമാർ കൊടുത്ത മെമ്മറി കാർഡിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്ത ഫോണോ മെമ്മറി കാർഡോ മറ്റും ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ, ചില ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു, അത് ദിലീപിന്റെ ശബ്ദമായിരുന്നു. അത് വെച്ചുകൊണ്ടാണ് പോലീസിനെ വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന കേസ് ദിലീപിന്റെ അടുത്ത് വീണ്ടും ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ പല കാര്യങ്ങൾ ഈ അന്വേഷണ സംഘം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അന്നൊക്കെ പറഞ്ഞത് ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ എന്നാണ് പൊതുജനങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിന് അനുകൂലമായി കേരളത്തിലെ മാധ്യമങ്ങൾ, റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ ഈ കാര്യങ്ങൾ ഒരു തെളിവിന്റെയും അടിസ്ഥാനമില്ലാതെ ഇതൊക്കെ പുറത്തുവിട്ടു എന്നുള്ളതാണ്. ഇതിൽ കോടതി പറയുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങളിലെ വാസ്തവം എന്താണ്. അങ്ങനെ വാസ്തവം നമ്മൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ബാലചന്ദ്രകുമാർ കോടതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും കള്ളമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതിൽ ബാലചന്ദ്രകുമാർ ഈ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുമ്പോഴും പോലീസിന് കൊടുത്ത മൊഴിയിലുമൊക്കെ പറഞ്ഞിരുന്നത് 2017, അതായത് ഈ പറയുന്ന നടിയെ ആക്രമിച്ച സമയത്ത് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഒരു മെമ്മറി കാർഡിൽ താൻ പകർത്തിയിട്ടുള്ള, തൻ്റെ ഫോണിൽ താൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തന്റെ കയ്യിലുള്ളത് എന്നാണ്. 2017 റെക്കോർഡ് ചെയ്യപ്പെട്ട ശബ്ദ സംഭാഷണമാണ്, ദിലീപിന്റെ ശബ്ദ സംഭാഷണമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ഒരു വിഭാഗം ശബ്ദങ്ങൾ ബാലചന്ദ്രകുമാർ കോടതിയിൽ പ്രൊസീഡ് ചെയ്യുന്നതും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നതും. എന്നാൽ പ്രതിഭാഗം അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കണമെന്ന് പറയുകയും അങ്ങനെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച ശേഷം കോടതി തന്നെ ആ കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയും അതിൽ ഈ ഗവൺമെന്റ് ലാബിൽ നിന്ന് FSL ലാബിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ആ ഒരു ശബ്ദ സന്ദേശം എന്ന് പറയുന്നത് 2017 റെക്കോർഡ് ചെയ്യപ്പെട്ടതല്ല. അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 2022 എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നോക്കൂ എത്രമാത്രം കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. 2022 റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു ശബ്ദ സംഭാഷണത്തെ, ശബ്ദസകലത്തെ എടുത്തുകൊണ്ട് അത് 2017 അന്ന് നടിയെ ആക്രമിച്ച കേസിനകത്ത് ഈ പറയുന്ന പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് അവിടെ വന്നത് താൻ കണ്ടു, താൻ അവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ ബാലചന്ദ്രകുമാർ പറയുന്നു 2017 ശബ്ദശകലമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നു. മറിച്ച് ഈ പറയുന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ അത് ബാലചന്ദ്രകുമാർ പറഞ്ഞത് കള്ളമാണ് എന്ന് കൃത്യമായി അവിടെ തെളിയുകയാണ്. മാത്രമല്ല
ഈ പറയുന്ന മെമ്മറി കാർഡിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. 4 ഡിവൈസുകൾ മാറിയാണ് ഈ പറയുന്ന എന്താണ് ശബ്ദശകലം ഈ പലതരത്തിൽ അത് ഷെയർ ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ഇവിടെ എഡിറ്റ് നടന്നിരിക്കുന്നത് എന്നാണ് കണ്ടെത്തൽ. യഥാർത്ഥത്തിൽ ഇത് റെക്കോർഡ് ചെയ്ത ഡിവൈസ് ഏതാണ് എന്നത് ചോദ്യത്തിന് ബാലചന്ദ്രകുമാർ മറുപടി പറയുന്നില്ല. മാത്രവുമല്ല, ബാലചന്ദ്രകുമാർ യഥാർത്ഥ ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ ബാലചന്ദ്രകുമാർ തന്നെ കുടുങ്ങുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്നത് കൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും വെട്ടിമാറ്റി അതിൽ നിന്ന് പല ഫോണുകളിലേക്ക് അത് മാറ്റിയതിനു ശേഷം ആ ഫോണിൽ നിന്ന് അത് എഡിറ്റ് ചെയ്ത് പല ശബ്ദശകലങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു വോയിസ് ഉണ്ടാക്കിയിട്ട് അത് എന്ത് ചെയ്തു, കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്ന ഒരു കാര്യം ചെയ്തു. അത് വെച്ചുകൊണ്ട് ഇവിടെ വലിയ കോലാഹലങ്ങൾ നടന്നു. ഇപ്പോൾ സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന എന്താണ് അനന്തപത്രത്തിന്റെ റൈറ്ററൊക്കെ ആയിട്ടുള്ള ആൾ പറയുന്നുണ്ട്, എന്നെ കാണാൻ വന്നു, ഈ പറയുന്ന ബാലചന്ദ്രകുമാർ എന്നെ കാണാൻ വന്നു, എൻ്റെ കയ്യിൽ ഒരു ബോംബുണ്ട്, ഇത് വെച്ചാൽ എനിക്ക് പണം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ അടുക്കിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം അത് ഏറ്റെടുത്തില്ല, അദ്ദേഹം ചെയ്തില്ല എന്നാണ് പറയുന്നത്. പിന്നീട് ഇത് ആരുടെ അടുത്താണ് എത്തിയത്, ആരാണ് ഇദ്ദേഹത്തിന് കൊണ്ടുവന്നത്, നികേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇദ്ദേഹത്തെ എങ്ങനെയാണ്, ബാലചന്ദ്രകുമാറിന് അദ്ദേഹം മരണപ്പെട്ടു പോയ ഒരാളാണ്, അതുകൊണ്ട് കൂടുതൽ കുറ്റം പറയാനോ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന നികേഷ് കുമാറൊക്കെ ബാലചന്ദ്രകുമാറിനെ വളരെയധികം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, അതായത് ഇത് എഡിറ്റഡ് അല്ല, ഇത് ഒറിജിനൽ ആണ് എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. അതൊക്കെ കോടതിയിൽ പൊളിഞ്ഞു വീണു. ഇതൊക്കെ എഡിറ്റഡ് ആണ് എന്ന് കൃത്യമായി അവിടെ തെളിയുകയാണ്. മാത്രവുമല്ല, ബാലചന്ദ്രകുമാർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇവിടെ ഈ പൾസർ സുനി അവിടെ വന്നിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് താൻ തൻ്റെ ഒരു സുഹൃത്ത് ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോട് ഈ കാര്യം കൃത്യമായി സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫ്രാൻസിസ് സേവിയറിനോട് ഇത് സംസാരിച്ചു എന്ന് പറഞ്ഞ സമയത്ത് അത് അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ഒരു മൊഴി ഉറപ്പിക്കാൻ വേണ്ടി ഫ്രാൻസിസ് സേവിയറിനെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. പക്ഷെ പിന്നീടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിപ്പോകുന്ന ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഈ ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു ബധിരനും മൂകനുമായ മനുഷ്യനാണ്. അദ്ദേഹത്തോട് എന്തെങ്കിലും സംസാരിച്ചാൽ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇത്രയും ഒരു എന്താണ് ഈ കേൾവി ശക്തി ഇല്ലാത്ത, ശബ്ദ ശക്തി ഇല്ലാത്ത ഒരു മനുഷ്യനെ എന്താണ് സാക്ഷി പട്ടികയിലേക്ക് കൊണ്ടുവന്ന് ബാലചന്ദ്രകുമാർ ഒരു നാടകം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ മനസ്സിലാവുന്നത്. മാത്രവുമല്ല, ഈ പറയുന്നത് പോലെ എന്താണ് ഇത് ബാലചന്ദ്രകുമാർ ആദ്യം പറയുന്നു അവിടെ ഈ നടിയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് ദിലീപ് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അതായത് ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുനി ദിലീപിനെ കണ്ടു, അവിടെ നിന്ന് ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന മൊഴി പൾസർ സുനിയുടെ ഒരു മൊഴിയിലും ഉണ്ടായിരുന്നില്ല, ഒരു മൊഴിയിലുമില്ല. അതായത് നമ്മൾ ആലോചിക്കണം, ഈ കേസൊക്കെ അവസാനിപ്പിച്ച് ഇത് കുറ്റപത്രം കൊടുത്തു, ജസ്റ്റിസ് ഹണിയം വർഗീസിന്റെ കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് ബാലചന്ദ്രകുമാർ പൊട്ടി വീഴുന്നത്. ബാലചന്ദ്രകുമാർ പൊട്ടി വീണതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ബാലചന്ദ്രകുമാർ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പൾസർ സുനിയുടെ മൊഴിയിൽ വരെ മാറ്റം വരികയാണ്. പൾസർ സുനി ബാലചന്ദ്രകുമാർ പറഞ്ഞതനുസരിച്ച് അതെ, ആലുവയിലെ വീട്ടിൽ ഞാൻ പോയി ഗൂഢാലോചന നടത്തിയിരുന്നു എന്ന് പൾസർ സുനി പിന്നീട് കൂട്ടിച്ചേർക്കുന്നു. അത് സത്യമാണ് എന്ന് പൾസർ സുനി പറയുകയാണ്. അതിന്റെ മുമ്പ് പോലീസ് പല രീതിയിൽ ചോദ്യം ചെയ്തിട്ടും ബാലചന്ദ്രകുമാർ അല്ലെങ്കിൽ ക്ഷമിക്കണം ഈ പൾസർ സുനി അങ്ങനെ പറയാത്ത കാര്യം പൾസർ സുനി പിന്നീട് ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയെ സാധൂകരിക്കുന്നതിന് വേണ്ടി ഈ പൾസർ സുനിയുടെ മൊഴി പോലും അന്വേഷണ സംഘം ഫാബ്രിക്കേറ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എത്രമാത്രം പ്രശ്നമാണിത്. മാത്രമല്ല, ഈ പറയുന്ന പൾസർ സുനിയും ദിലീപും തമ്മിൽ തോപ്പുംപടിയിലെ ഒരു സ്ഥലത്ത് നിന്ന് തന്റെ കാരവാനിൽ വെച്ചുകൊണ്ട് ഈ ദിലീപിന്റെ ഡ്രൈവർ വിളിച്ചു കയറ്റുകയും അവിടെ നിന്ന് ഗൂഢാലോചന നടത്തുകയും ചെയ്തു ഷൂട്ടിംഗ് സമയത്തിനിടയ്ക്ക് എന്നാണ് ഈ പറയുന്ന മൊഴിയിലുണ്ടായിരുന്നത്. ഒരു ഷൂട്ടിങ്ങിനിടയ്ക്ക് അവിടെ ഈ കാരവാൻ, ഷൂട്ടിംഗ് സെറ്റിലാണ് കാരവാൻ ഉണ്ടാവുക, ആ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് കാരവാനിൽ വെച്ച് ഈ കാര്യങ്ങൾ ചെയ്തു, ഈ വിളിച്ചു വരുത്തി എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അപ്പൊ പ്രോസിക്യൂഷനോട് അവിടെ CCTV ദൃശ്യങ്ങളുണ്ടോ? ഇല്ല. ഏതെങ്കിലും സാക്ഷികളുണ്ടോ? ഇല്ല. മാത്രവുമല്ല, അതിൽ കടന്ന് പ്രതിഭാഗം ഒരു കാര്യം കൂടെ ചെയ്തു, കോടതിയോട് ഒരു കാര്യം പറഞ്ഞു, അതായത് ഈ സമയത്ത് തോപ്പുംപടിയിൽ ഇങ്ങനെ ഒരു സിനിമാ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ കോടതിയുടെ പ്രത്യേക അന്വേഷണത്തിൽ ഈ കാര്യം, അതായത് കോടതി കൃത്യമായി ഇതിൽ വിളിച്ചു വരുത്തി ഇതിലെ സാക്ഷികളെ പ്രതിഭാഗം ഹാജരാക്കി, ഇതിലെ പല ആളുകളെയും ഹാജരാക്കി, ആ പ്രദേശത്തുള്ള ആളുകളെ വിസ്തരിച്ചു. അങ്ങനെ എല്ലാവരെയും വിസ്തരിച്ചപ്പോൾ തോപ്പുംപടി എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ഷൂട്ടിംഗ് ആ സമയത്ത് നടന്നിട്ടില്ല. ഷൂട്ടിംഗ് നടക്കാത്ത ഒരു സ്ഥലത്ത് കാരവാനിൽ പോയി നിന്നുകൊണ്ട് പൾസർ സുനി ദിലീപുമായി ഗൂഢാലോചന നടത്തി എന്ന കള്ളം ഇവിടെ ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടു. എന്തിനു വേണ്ടി? തുടരെ ഫാബ്രിക്കേറ്റഡ് തെളിവുകളുടെ ഘോഷയാത്രയാണ് ദിലീപിനെതിരെ വരുന്നത്. എണ്ണി 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 പറയാൻ കഴിയും. മാത്രമല്ല, ഈ നമ്മുടെ തൃശ്ശൂരിലുള്ള ഒരു ജോയ് പാലസ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥലം, ഒരു എന്താണ് ഒരു വലിയ താമസ പ്ലേസ് ആണ്, വലിയ ഫ്ലാറ്റ് സമുച്ചയമാണ്. ആ ഒരു
സ്ഥലത്ത് വെച്ച് അതിന്റെ കാർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് പൾസർ സുനിയും ദിലീപും തമ്മിൽ എന്താണ് പണം കൈമാറി എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ അവിടെ പണം കൈമാറി എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ സുനിയുടെ പേര് എഴുതി വെച്ചിരുന്നു എന്നൊരു തെളിവ് പോലീസ് ഉണ്ടാക്കി. പക്ഷെ അവിടെ പല ആളുകളെയും ഈ പറയുന്ന പ്രതിഭാഗം അവിടെ നിന്ന് ആ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തുകയും അവിടെ വരുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ എഴുതി വെക്കുന്ന ഒരു ശീലമോ അവിടെ കാര്യങ്ങളോ അവിടെ നടപ്പിലാക്കിയിട്ടില്ല എന്ന് കാര്യങ്ങൾ വരികയും ഇത് സുനി വന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം പോലീസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു രജിസ്റ്റർ രേഖയാണ് ഈ സെക്യൂരിറ്റിയെ വെച്ചുകൊണ്ട് എന്നുള്ളത് കൃത്യമായി കോടതി തെളിയിച്ചു. അതിന്റെ അസോസിയേഷൻ ഉൾപ്പെടെ അതിന്റെ ആ ഫ്ലാറ്റ് സമുച്ചയത്തിലെ ആളുകൾ ഉൾപ്പെടെ എല്ലാ ആളുകളെയും വിളിച്ചു. ആ ആളുകൾ പല ആളുകൾ അവിടെ വന്ന് കൃത്യമായി കാര്യങ്ങൾ പറയുന്ന അവസ്ഥയുണ്ടായി കോടതിയിൽ. അങ്ങനെ അതും ഈ പറയുന്ന പോലീസ് ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് എന്ന് കൃത്യമായി മനസ്സിലായി. പിന്നീടുള്ളത് ഈ പറയുന്ന ക്ഷമിക്കണം ഈ പൾസർ സുനി പല സെറ്റുകളിലും സിനിമയുടെ സെറ്റുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സിനിമയുടെ സെറ്റുകളിൽ പൾസർ സുനി ഉണ്ടാവുക എന്നുള്ളത് സാധാരണമാണ്. കാരണം അയാൾ സിനിമയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആളാണ്. അയാൾ മുകേഷിന്റെ ഡ്രൈവറാണ്. അയാൾ പലരുടെയും ഡ്രൈവറായിരുന്ന ആളാണ്. ആക്രമിക്കപ്പെട്ട നടിയുമായി ബന്ധപ്പെട്ട് തന്നെ അയാൾക്ക് സൗഹൃദം ഉണ്ടായിരുന്നു. പല ആളുകളെയും പല സ്ഥലങ്ങളിലേക്കും അയാൾ കൊണ്ടുപോയിരുന്നു. പല ആളുകളുടെ ഞാനിവിടെ പുറത്തു പറയുന്നില്ല, വെറുതെ അവരെ കൂടി ഇതിലേക്ക് വലിച്ചേക്കണം. പല ആളുകളുടെയും ഡ്രൈവറായിട്ട് വർക്ക് ചെയ്ത ആളാണ് ഈ പൾസർ സുനി എന്ന് പറയുന്നത്. അയാൾ പല സിനിമയുടെ ലൊക്കേഷനിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവിടെ ഒന്നും തന്നെ ഈ പറയുന്ന ഗൂഢാലോചന സിദ്ധാന്തത്തിന് ഒരു തെളിവുകളും ഉണ്ടായിരുന്നില്ല. ഒരു സിനിമാ ലൊക്കേഷനിൽ 2-3 തവണ എത്തി എന്ന് പറയുന്ന കാര്യത്തെ കോടതി തന്നെ ഖണ്ഡിച്ചു. കാരണം ഒരു ഏറ്റവും പ്രമാദമായ ഒരു ഗൂഢാലോചന, ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാത്ത ഗൂഢാലോചന എന്നൊക്കെ പ്രോസിക്യൂഷൻ പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയിലേക്ക് എത്തണമെങ്കിൽ വീണ്ടും വീണ്ടും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എങ്ങനെ പൾസർ സുനി വീണ്ടും വീണ്ടും എല്ലാവരുടെയും കൺമുമ്പിലൂടെ വരും എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ദിലീപിന്റെ വീട്ടിൽ വെച്ച് ഈ പറയുന്ന ബാലചന്ദ്രകുമാർ ഹൗസ് വാമിങ്ങിന്റെ ഒരു ചടങ്ങുണ്ടായിരുന്നു അവിടെ. ആ ചടങ്ങിനോടനുബന്ധിച്ചാണ് താൻ അവിടെ പോയത് എന്നൊരു മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ചടങ്ങ് ആ വീട്ടിൽ നടന്നിട്ടില്ല. അങ്ങനെ ഹൗസ് വാമിംഗ് അല്ല, ഹൗസ് വാമിങ്ങിനോടനുബന്ധിച്ചുള്ള ഒരു ചടങ്ങാണ്. ആ ഒരു ചടങ്ങ് അവിടെ നടന്നിട്ടില്ല എന്നത് കൃത്യമായി കോടതിയിൽ ബോധ്യമായി. അതും കള്ളമായിരുന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യമായി. ഇങ്ങനെ പലതരത്തിലുള്ള ഫാബ്രിക്കേറ്റഡ് തെളിവുകളുടെ ഘോഷയാത്ര കൊണ്ട് ദിലീപിനെ കൊടുക്കാനുള്ള ഒരു ശ്രമം ഇവർ ആരംഭിച്ചു എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ മൊഴിയിൽ ഒന്നുമില്ലാത്ത കാര്യങ്ങൾ പിന്നീട് വരുന്നു. ഈ വിവാഹമോചനത്തിന്റെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കാരണം വിവാഹമോചനത്തിന്റെ കാര്യം പറഞ്ഞു എന്ന് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ വിവാഹം നിശ്ചയം നടന്നത് പോലും എപ്പോഴാണ്? ഈ പറയുന്ന പോലെ മാർച്ചിലാണ്. ഫെബ്രുവരിയിൽ നടന്ന കാര്യത്തിൽ മാർച്ച് മാസം വിവാഹ നിശ്ചയം വരുന്നു. ആ ഒരു മോതിരം, വിവാഹ നിശ്ചയ മോതിരം വേണമെന്ന് പറഞ്ഞത് പോലും പൊളിഞ്ഞു. കാരണം ഫെബ്രുവരിയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് മാർച്ചിൽ നടന്ന വിവാഹ നിശ്ചയത്തിന് എങ്ങനെയാണ് റോൾ ഉണ്ടാവുക എന്നത് വലിയ ചോദ്യമായി അവിടെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കോടതി അക്കമിട്ട് നിരത്തുന്നുണ്ട് എന്നതാണ്.